MBBS എബ്രോഡിൽ പഠിക്കണോ വേണ്ടയോ എന്നുള്ളത് പൂർണ്ണമായിട്ടും കുട്ടികളുടെയും പേരൻസിൻ്റെയും ഡിസിഷൻ തന്നെയാണ്. അപ്പോൾ ഒരു പേരൻ്റ് ഡിസൈഡ് ചെയ്യുവാണ് തൻ്റെ കുട്ടിയെ എബ്രോഡിൽ MBBS പഠിക്കാൻ അയക്കാം എന്ന് തീരുമാനിക്കുമ്പോൾ നമ്മൾ കൺസിഡർ ചെയ്യേണ്ട ഒരുപാട് ഫാക്ടേഴ്സ് ഉണ്ട്. ഞാൻ ഹോണസ്റ്റ് ആയിട്ട് ബുക്ക് മെഡിക്കൽ സെറ്റ് എന്ന എൻ്റെ സ്ഥാപനത്തിൻ്റെ ലക്ഷ്യമെന്ന് പറയുന്നത് ഹോണസ്റ്റ് ആയിട്ട് പേരൻസിനെ ഗൈഡ് ചെയ്യുക, അവരെ പൂർണ്ണമായും സപ്പോർട്ട് കൊടുക്കുക എന്നുള്ളതാണ്. അതായത് MBBS എബ്രോഡുമായി ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാ കാര്യങ്ങളും A to Z കാര്യങ്ങൾ കുട്ടികളെയും പേരൻസിനെയും പറഞ്ഞ് മനസ്സിലാക്കുകയും MBBS പഠന സമയത്ത് കുട്ടികൾ നേരിടേണ്ടി വരുന്ന ചലഞ്ചസ് എന്തൊക്കെയായിരിക്കും, പഠനശേഷം കുട്ടികൾ എങ്ങനെയാണ് ഒരു കരിയർ ബിൽഡ് ചെയ്യുക തുടങ്ങിയ എല്ലാ കാര്യങ്ങൾക്കും ബുക്ക് മെഡിക്കൽ സീറ്റിന്റെ പ്രോപ്പർ ആയിട്ടുള്ള ഗൈഡൻസ് ഉണ്ടായിരിക്കും. അപ്പം MBBS എബ്രോഡിനെ പറ്റി എന്ത് സംശയം നിങ്ങൾക്കുണ്ടെങ്കിലും, നിങ്ങൾ എവിടെന്നെങ്കിലും കേട്ടിട്ടുള്ള എന്തെങ്കിലും വാർത്തകൾ നിങ്ങളെ കൺഫ്യൂസ്ഡ് ആക്കിയിട്ടുണ്ട് എന്നെങ്കിൽ കൂടിയും നമ്മളെ കണക്ട് ചെയ്യുക. ഹോണസ്റ്റ് ആയിട്ടുള്ള ഒപ്പീനിയൻ എനിക്ക് നിങ്ങൾക്ക് പറഞ്ഞു തരാൻ സാധിക്കും. ഓക്കെ, സോ അപ്പോൾ ഓർക്കുക, ബുക്ക് മെഡിക്കൽ സെറ്റിന്റെ വെബ്സൈറ്റ് നിങ്ങൾക്ക് വിസിറ്റ് ചെയ്യാം. അതിൽ നമ്മൾ ഡയറക്റ്റ് കണക്ട് ചെയ്യാനുള്ള ചാറ്റ് ഓപ്ഷൻ ഞാൻ കൊടുത്തിട്ടുണ്ട്. ഗോ ത്രൂ ചെയ്യുക, ആലോചിക്കണം. MBBS എബ്രോഡിൽ പഠിക്കാൻ നമുക്ക് ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. ഏതെങ്കിലും ഒരു കൺട്രി, ഒരു യൂണിവേഴ്സിറ്റി മാത്രമല്ല ഉള്ളത്. ഓക്കെ, NMC ഗൈഡ് പൂർണ്ണമായിട്ടും ഫോളോ ചെയ്യുന്ന WHO WFME അക്രഡേഷനുള്ള നിങ്ങളുടെ റിക്വയർമെന്റ് ബഡ്ജറ്റിനും ഒത്തുവരുന്ന ഒരു യൂണിവേഴ്സിറ്റി ആയിരിക്കണം നമ്മൾ ചൂസ് ചെയ്യേണ്ടത്. അതിന് കൃത്യമായി നിങ്ങൾ ഗൈഡ് ചെയ്യാൻ നമ്മളെ കൊണ്ട് സാധിക്കും. സോ നമ്മളെ കണക്ട് ചെയ്യാൻ ഓൾ ദി ബെസ്റ്റ്.